ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. നികുതി വർധനവിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയെങ്കിലും ഇന്ത്യ വിരുദ്ധ നയങ്ങൾ ഒഴിവാക്കും എന്ന് പ്രതീക്ഷിക്കാറായിട്ടില്ല. അനധികൃതമായി അമേരിക്കയിൽ കുടിയേറി പാർക്കുന്നവരെ പുറത്താക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അമേരിക്കയുടെ ജനസംഖ്യയിൽ 3% അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഇതിൽ ഇന്ത്യക്കാരുടെ എണ്ണം 18,000 വരും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. മറ്റു കുടിയേറ്റക്കാരെ പോലെ ഇന്ത്യക്കാരെയും പുറത്താക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം. 102 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ബുധനാഴ്ച പഞ്ചാബിലെത്തി. ടെക്സാസ് എന്ന സംസ്ഥാനത്ത് നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. യാത്രാ വിമാനങ്ങൾക്കു പകരം ചെലവേറിയ സൈനിക വിമാനമാണ് ഈ യാത്രയ്ക്ക് ഉപയോഗിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്നത് ട്രംപിൻ്റെ ഭരണകൂടം വലിയ ഗൗരവത്തോടെ കാണുന്നു എന്ന സന്ദേശം നൽകാനാണ് സൈന്യത്തിൻ്റെ സേവനം തേടിയത്. അനധികൃത കുടിയേറ്റത്തെ പിന്തുണയ്ക്കില്ല എന്നാണ് ഭാരത സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ആഗോള വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് വിദഗ്ധന്മാരുടെ മുന്നറിയിപ്പ്. മെക്സിക്കോയും കാനഡയും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25%, ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതി വർദ്ധിപ്പിക്കുന്നതാണ് പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ ഉത്തരവ്. ഇതേ നാണയത്തിൽ കാനഡ തിരിച്ചടിച്ചു. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് അവ ബഹിഷ്കരിക്കാനും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആഹ്വാനം നൽകി. എന്നാൽ പിന്നീട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നികുതി വർധനവ് മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി 15% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ചൈന പ്രതികരിച്ചത്. വില കുറവായതിനാൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡുണ്ട്. ചൈനയുടെ നിർദ്ദേശം നടപ്പിലായാൽ അമേരിക്കയിൽ വലിയ വില വർധനവുണ്ടാകും. ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റമുണ്ടാകുന്നത് ട്രംപിന് വലിയ ഒരു വെല്ലുവിളിയാകും. മാതാപിതാക്കന്മാരുടെ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് വിദഗ്ധന്മാർ നടത്തിയ ഒരു പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് BMC പീഡിയാട്രിക്സ് എന്ന പ്രസിദ്ധമായ ജേണൽ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ചു. കുഞ്ഞുങ്ങൾ കൂടെയുള്ളപ്പോൾ മാതാപിതാക്കന്മാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചാണ് ഇവരുടെ മുന്നറിയിപ്പ്. മറ്റു കാര്യങ്ങളിൽ എന്നതുപോലെ ഇവിടെയും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുമൂലം വളരെ ചെറുപ്പത്തിൽ തന്നെ മൊബൈലിനോട് കുഞ്ഞുങ്ങൾക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടാകുന്നു. തന്നെയുമല്ല, വളരെ നേരത്തെ അത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ചെറിയ പ്രായത്തിൽ കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. മൊബൈലിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ ശരീരത്തിനും അപക്വമായ ദൃശ്യങ്ങൾ മനസ്സിനും കേടുപാടുകൾ ഉണ്ടാക്കുന്നു. കുഞ്ഞുങ്ങൾ അടുത്തുള്ളപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മാതാപിതാക്കന്മാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് മുന്നറിയിപ്പ്.
അനധികൃതമായി കുടിയേറിപ്പാർത്ത ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളെ നാടുകടത്താനുള്ള അമേരിക്കയുടെ അവകാശം ഇന്ത്യ അംഗീകരിക്കുന്നു. എന്നാൽ ഇവരുടെ കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ച നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. വിലങ്ങണിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ അമേരിക്ക തന്നെ പ്രസിദ്ധീകരിച്ചതും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. ബ്രസീൽ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചിട്ടുണ്ട്. ബ്രസീൽ തങ്ങളുടെ പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിലും അവരെ കൊണ്ടുവരാനായി സ്വന്തം വിമാനം അമേരിക്കയിലേക്ക് അയച്ചു. അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ സൈനിക വിമാനം ഇറങ്ങാൻ കൊളംബിയ അനുമതി നൽകിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക പാലിച്ചില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ ഒരു നാടുകടത്തലിൻ്റെ ആദ്യത്തെ പടി നാടുകടത്തപ്പെടുന്നവരൊക്കെ ഇന്ത്യക്കാരാണോ എന്ന് പരിശോധിക്കാൻ അവസരം നൽകുക എന്നതാണ്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിയാലോചിച്ചാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഗാസ മുൻപ് അമേരിക്ക ഏറ്റെടുക്കണം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം. യുദ്ധം മൂലം തകർന്നുപോയ ഈ പ്രദേശം വാസയോഗ്യമല്ല. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നുപോയി. ഇനിയും പൊട്ടാത്ത ആയിരക്കണക്കിന് ബോംബുകൾ ഭീഷണിയായി നിലനിൽക്കുന്നു. ഇതൊക്കെ നിർവീര്യമാക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുക്കണം. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മനോഹരമായ ഒരു തുറമുഖ നഗരമായി ഗാസ മാറും എന്നാണ് ട്രംപിൻ്റെ വാഗ്ദാനം. യുദ്ധം മൂലം വീട് നഷ്ടപ്പെട്ട് ഏകദേശം 20 ലക്ഷം പാലസ്തീനികളാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലം ഈജിപ്തും ജോർദാനും ചേർന്ന് നൽകണം എന്നാണ് ട്രംപിൻ്റെ നിർദ്ദേശം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത്. അഭയാർത്ഥികളെ സ്വീകരിക്കില്ല എന്ന് ഈജിപ്തും ജോർദാനും വ്യക്തമാക്കി. ഗാസയെ പുനരുദ്ധരിക്കാനല്ല, അവിടെ നിന്നും പാലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമായിട്ടാണ് അറബി രാജ്യങ്ങൾ ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെ കാണുന്നത്. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റം വരെ പോകാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്ക് കപ്പലുകൾ കടന്നു പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് പനാമ കനാൽ. അമേരിക്കയാണ് ഈ കനാൽ നിർമ്മിച്ചത്. എന്നാൽ 1999 അമേരിക്ക തന്നെ ഈ കനാൽ പനാമയ്ക്ക് വിട്ടുകൊടുത്തു. കനാൽ തിരികെ പിടിച്ചെടുക്കും എന്നാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭീഷണി. കനാൽ അതോറിറ്റി അമേരിക്കയുടെ കപ്പലുകൾക്ക് വലിയ ചുങ്കം ചുമത്തുകയും ചൈനയുടെ കപ്പലുകൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്നതാണ് ഇതിനു കാരണമായി ട്രംപ് പറയുന്നത്. ഇത് രണ്ടും പനാമ കനാൽ അതോറിറ്റി നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കപ്പലുകൾക്ക് ചുങ്കം ചുമത്തില്ല എന്ന് പനാമ കനാൽ അതോറിറ്റി സമ്മതിച്ചതായി ഒരു പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇളവൊന്നും അമേരിക്കൻ കപ്പലുകൾക്ക് നൽകിയിട്ടില്ല എന്ന് പിറ്റേ ദിവസം തന്നെ കനാൽ അതോറിറ്റി ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അമേരിക്കയുടെ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് പനാമ ഏറ്റെടുക്കൽ ഭീഷണിയെ കാണുന്നത്. കാബൂൾ കേന്ദ്രീകരിച്ചാണ് റേഡിയോ ബീഗം പ്രവർത്തിച്ചിരുന്നത്. ചൊവ്വാഴ്ച ഈ റേഡിയോ നിലയം റെയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടർ അടക്കമുള്ള നിരവധി വിലപ്പെട്ട സാധനങ്ങൾ താലിബാൻ സർക്കാരിൻ്റെ പോലീസ് എടുത്തുകൊണ്ടുപോയി. ഇതോടൊപ്പം ഉദ്യോഗസ്ഥരായ സ്ത്രീകളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇതിൻ്റെ പ്രവർത്തനം
തടയുകയും ചെയ്തു. സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു. വിദേശ മാധ്യമങ്ങളുമായി പരിപാടികൾ പങ്കുവച്ചു തുടങ്ങിയവയാണ് റേഡിയോ ബീഗത്തിനെതിരെയുള്ള പ്രധാന ആരോപണങ്ങൾ. താലിബാൻ അധികാരത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് 2021 മാർച്ചിലാണ് ഈ റേഡിയോ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പരിപാടികളാണ് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ റേഡിയോ പരിശീലനം നൽകുന്നുണ്ട്. 6ാം ക്ലാസ്സിനു ശേഷം പെൺകുട്ടികൾ പൊതുവിദ്യാലയത്തിൽ പോകുന്നത് താലിബാൻ നിരോധിച്ചിട്ടുണ്ട്. തന്മൂലം നിരവധി പെൺകുട്ടികളാണ് തുടർ വിദ്യാഭ്യാസത്തിനായി ഈ റേഡിയോ പരിപാടികളെ ആശ്രയിച്ചിരുന്നത്. വിദേശികൾക്ക് നൽകിയിട്ടുള്ള കരാറുകൾ മാർച്ച് 31 ശേഷം പുതുക്കേണ്ട എന്നാണ് കുവൈറ്റ് സർക്കാരിൻ്റെ തീരുമാനം. സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായി എല്ലാ തൊഴിലവസരങ്ങളും തദ്ദേശീയർക്ക് നൽകണം എന്ന് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപന മേധാവികളോട് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. തദ്ദേശീയരെ ലഭ്യമല്ലെങ്കിൽ മാത്രമേ വിദേശികളെ നിയമിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും മാത്രമാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുവൈറ്റിൽ ക്ഷാമം അനുഭവപ്പെടുന്നത്. മറ്റെല്ലാ മേഖലകളിലും യോഗ്യതയുള്ള തദ്ദേശീയരെ ലഭ്യമാണ്. തന്മൂലം ഏപ്രിൽ ആകുമ്പോൾ നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. 1 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ഇവിടെ പ്രവാസികളാണ്. ഇതിൽ പകുതിയിൽ കൂടുതൽ പ്രവാസികൾക്കും നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയുണ്ടാകും. കുവൈറ്റിൽ മാത്രമല്ല, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സ്വദേശവൽക്കരണ നടപടികൾ പുരോഗമിക്കുകയാണ്. തന്മൂലം അധികം താമസിയാതെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 25-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇന്ത്യയുടെ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 പാർലമെന്റിൽ അവതരിപ്പിച്ചു. 3ാം മോഡി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. തുടർച്ചയായി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 8ാമത്തെ ബഡ്ജറ്റാണ്. ബീഹാറിനു നൽകിയ പ്രത്യേക ആനുകൂല്യങ്ങളും ആദായ നികുതിയിൽ നൽകിയ അസാധാരണമായ ഇളവുകളും വലിയ ചർച്ചയായി. ഈ വർഷം നവംബറിൽ ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. ഇതേ തുടർന്ന് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ സംസ്ഥാനത്തിന് ഇത്രയധികം ആനുകൂല്യങ്ങൾ നൽകിയത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഡൽഹിയിലെ വോട്ടർമാരിൽ വലിയ ഒരു വിഭാഗം ആദായ നികുതി നൽകുന്നവരാണ്. പുതിയ ബഡ്ജറ്റ് അവരുടെ നികുതി ഭാരം വലിയ ഒരളവിൽ ലഘൂകരിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 5 ഡൽഹിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ഇത്രയും വലിയ ഇളവ് പ്രഖ്യാപിച്ചത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കാനായി ബഡ്ജറ്റിനെ ഉപയോഗിക്കുന്നത് അധാർമികമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായ വിദ്യാർത്ഥി സമരം രൂക്ഷമായതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. നോബൽ സമ്മാന ജേതാവായ യൂനുസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇവർ കലാപത്തിന് ആഹ്വാനം നൽകുന്നു എന്നാണ് ബംഗ്ലാദേശിന്റെ ആരോപണം. ഫെബ്രുവരിയിൽ പൊതുപണിമുടക്കടക്കമുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഹസീനയുടെ അനുയായികൾ ആഹ്വാനം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആരോപണം. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഹസീനയുടെ എതിരാളികൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. രാഷ്ട്രപിതാവും ഹസീനയുടെ അച്ഛനുമായ മുജീബ് റഹ്മാന്റെ സ്മാരകങ്ങൾ തകർത്തു. ഷെയ്ഖ് ഹസീനയുടെ ബന്ധുക്കളുടെയും പാർട്ടിക്കാരുടെയും വീടുകൾക്കു നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായി.
ഹസീനയുടെ എതിരാളികളാണ് ഈ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയതും വൻതോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയതും. എന്നിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകാനാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം ശ്രമിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.